നമസ്കാരം. തൊഴിൽ നിയമങ്ങളും തൊഴിൽ സംഘടനകളും ജനാധിപത്യ പുരോഗമന സമൂഹത്തിൻ്റെ അടയാളപ്പെടുത്തുക. അവകാശങ്ങളെക്കുറിച്ച് ബോധ്യമുള്ള, അതിനുവേണ്ടി പോരാടേണ്ടത് അഭിമാന പ്രശ്നമായി കരുതുന്ന ഒരു സമൂഹത്തിൻ്റെ ലക്ഷണമാണ് തൊഴിലാളി സംഘടനകളും തൊഴിൽ അവകാശങ്ങളും. നമ്മൾ കേരള എക്കോണമി എന്നുള്ള ലേഖനത്തിലും ആ ലേഖനത്തിൽ ഇൻട്രഡക്ഷൻ തരുന്ന വീഡിയോയുടെ ലിങ്കുകൾ, കേരള എക്കോണമി എന്നുള്ള ലേഖനവും ആ ലേഖനത്തിൽ ഇംഗ്ലീഷും അല്ലാത്ത ഇൻട്രഡക്ഷൻ എന്ന വീഡിയോയുടെ ലിങ്കുകളും ഈ വീഡിയോയുടെ കൂടെ ചേർത്ത് കേരള എക്കോണമി ആ ലേഖനത്തിലും കേരള എക്കോണമിയുടെ വിവിധ സാധ്യതകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന വീഡിയോകളിലും നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യും. അത് ഗിഗ് എക്കോണമിയുടെ കാര്യമാവാം, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു പുതിയ തൊഴിൽ സംസ്കാരം രൂപപ്പെട്ടതിൻ്റെ കാര്യമാവാം, ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ റീയൂസ് സാധ്യതകളിലൂടെ പുതിയൊരു തൊഴിൽ സംസ്കാരം എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാം എന്നുള്ള വിഷയം ചർച്ച ചെയ്താവാം. ഇവിടെയെല്ലാം നമ്മൾ തൊഴിലാളികളുടെ അവകാശങ്ങളെക്കുറിച്ചും അതിന് ഏറ്റവും സർഗാത്മകമായി ഉപയോഗിക്കേണ്ടതിനെക്കുറിച്ചും ചർച്ച ചെയ്തു. ഏറ്റവും സർഗാത്മകമായി ഏറ്റവും ക്രിയാത്മകമായി ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ആഴ്ചയിൽ 4 ദിവസമായി തൊഴിൽ സമയം ചുരുക്കേണ്ടതിനെക്കുറിച്ച്, സ്ത്രീകളുടെ വേതനത്തെക്കുറിച്ച് എല്ലാം യൂറോപ്യൻ യൂണിയൻ വലിയ രീതിയിൽ ചർച്ച ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്ട്രീറ്റ് വെൻഡേഴ്സ് ആക്ട് എന്നുള്ളത് ഇന്നും അപൂർണമായി രാജ്യത്ത് കേരളത്തിൽ പോലും കിടക്കുന്നതും ലേബർ സ്റ്റാറ്റിസ്റ്റിക്സിന് വേണ്ടിയിട്ടോ ലേബർ സെൻസസിന് വേണ്ടിയിട്ടോ മാറിയ കാലത്ത്, തൊഴിൽ ക്രമങ്ങളും തൊഴിൽ ശൈലിയും മാറിയ കാലത്ത് അതിനുവേണ്ടി ഏതെങ്കിലും രീതിയിലുള്ളൊരു ആവശ്യങ്ങൾ ഒരു ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്തും ഉണ്ടാകാതിരിക്കുകയും സെൻസസിന് വേണ്ടി പോലും, അത് ജാതി സെൻസസ് ആവാം, ഏത് സെൻസസിന് വേണ്ടി പോലും രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് വലിയ താല്പര്യം കാണിക്കാതിരിക്കുന്ന ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് രാജ്യത്തുള്ളത്. അത് ഭരണപക്ഷമാവാം, പ്രതിപക്ഷമാവും. അങ്ങനെ ഒരു ഘട്ടത്തിലുണ്ടാകും നമ്മൾ ആഴ്ചയിൽ 4 ദിവസത്തെ തൊഴിൽ എന്നൊരു വിഷയത്തിലേക്ക് യൂറോപ്യൻ യൂണിയൻ ചെന്നത്. ഏറ്റവും സർഗാത്മകമായി, ഏറ്റവും ക്രിയാത്മകമായി, ഏറ്റവും സ്വതന്ത്രമായി ചെയ്യേണ്ടതാണ് തൊഴിൽ എന്നുള്ളതും അത് ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തനക്ഷമമാവുന്നത് ലിംഗസമത്വം വരുമ്പോഴാണ് എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് മാത്രമാണ് ഈ ചിന്തയിൽ നിന്നുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയൻ ഇത്തരം നിലപാടുകളിലേക്ക് കടക്കുന്നത്. അത് പ്രാവർത്തികമായിട്ടെങ്കിൽ പോലും കൂടുതൽ നേരം തൊഴിൽ ചെയ്യുക എന്നുള്ള രീതി മാറിയിട്ട് എങ്ങനെ ഏറ്റവും മികച്ച തൊഴിൽ സംസ്കാരം സൃഷ്ടിക്കാം, ആസ്വദിച്ചുകൊണ്ട് എങ്ങനെ ഒരു തൊഴിൽ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ള രീതിയിലുള്ള ചർച്ചകളിലേക്കാണ് യൂറോപ്യൻ യൂണിയൻ, യൂറോപ്പിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ കടന്നത്. അത് നമ്മളെ തെളിയിക്കുന്നത് അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ കഴിഞ്ഞ കുറച്ച് നൂറ്റാണ്ടുകളായിട്ട്, പ്രത്യേകിച്ച് കഴിഞ്ഞ 2-3 നൂറ്റാണ്ടുകളായിട്ട് യൂറോപ്പിലാണ് ആരംഭിക്കുന്നതെന്നുള്ളത് അതൊരു വൈരുദ്ധ്യം തന്നെയാണ്. കാരണം അധികാരക്കൊതിയുടെ, സാമ്രാജ്യത്വ അധിനിവേശത്തിൻ്റെ പേരിൽ ലോകമെമ്പാടും അസ്ഥിരത സൃഷ്ടിക്കുന്നത് തീർച്ചയായും ഈ പാശ്ചാത്യ രാജ്യങ്ങൾ തന്നെ. ആ രാജ്യങ്ങളിൽ നിന്ന് തന്നെയാണ് ഇത്തരം ക്രിയാത്മകമായ സർഗാത്മകമായ ചർച്ചകൾ ഉണ്ടാകുന്നുള്ളത്. വലിയൊരു വൈരുദ്ധ്യമാണ്. പലപ്പോഴും ഭരണകൂടങ്ങളെ സാധാരണക്കാരായി മാത്രം കാണുന്ന ഒരു പുരോഗമന കാഴ്ചപ്പാടുള്ള ജനതയുടെ അടയാളപ്പെടുത്തലാണ് ഇത്. അത് അവകാശങ്ങളെക്കുറിച്ച് ബോധ്യമുള്ള ഒരു ജനത ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാണുന്നത്. അത് നേരത്തെ പറഞ്ഞ പോലെ F1-നെതിരെ തെരുവിൽ പ്രതിഷേധിക്കുന്ന ഹോളണ്ടാവാം, ഹോളണ്ടിലെ ജനതയാവാം. ഇതല്ല നമ്മൾ മറ്റൊരു വീഡിയോയിൽ അത് ചർച്ച ചെയ്യുന്നു. 2-3 സംഭവങ്ങൾ കൂടിയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ F1-നോട് പ്രതിഷേധിക്കുന്ന ഹോളണ്ട്, അവിടെ നമ്മൾ മുമ്പ് വീഡിയോ നമ്മൾ ചർച്ച ചെയ്തു. ഹോളണ്ടുകാരനായ കാറോട്ടക്കാരാണ് ലോകത്ത് ഏറ്റവും മുൻപതിൽ നിൽക്കുന്നത്. എന്നിട്ട് കൂടി
അപ്പോൾ അത്തരം ഒരു F1 റേസ് നടത്തുമ്പോൾ ഉണ്ടാകുന്ന പാരിസ്ഥിതികാഘാതം, പ്രത്യേകിച്ചും പെട്രോളിന് വേണ്ടി യുദ്ധം നടക്കുന്ന കാലത്ത് പെട്രോൾ അല്ലാത്ത പ്രകൃതിക്ക് ദോഷകരമായ പെട്രോൾ പോലെയുള്ള ഒരു 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 ഊർജ്ജ സ്രോതസ്സിന് അപ്പുറത്തേക്കുള്ള പ്രകൃതി സൗഹൃദമായ ഊർജ്ജ സ്രോതസ്സിന് വേണ്ടി ലോകം വലിയ രീതിയിൽ മസ്തിഷ്കവും സമ്പത്തും ഉപയോഗിക്കുന്നൊരു ഘട്ടത്തിൽ F1 റേസിലെ വിജയി തങ്ങളുടെ നാട്ടുകാരൻ അഭിമാനത്തോടെ പറയാതെ അതിനെതിരെ പ്രതിഷേധിക്കുന്ന ഒരു ജനത അവിടെ ഉണ്ട് എന്നുള്ളത് വളരെ വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം. അത്തരം പൗരാവകാശങ്ങളെക്കുറിച്ചുള്ള ബോധമില്ലായ്മയാണോ കേരള ജനാധിപത്യത്തെ പോലെ പിന്നോട്ട് നയിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് F1 കാര്യത്തിൽ മാത്രമല്ല, വർണ്ണവരയ്ക്കെതിരെയുള്ള പ്രതിഷേധമാവാം, ഗ്രീസിലും ഇറ്റലിയിലുമൊക്കെ തെരുവിലിറങ്ങുന്നവരാവാം, പ്രാഥമികമായ അവകാശം നിഷേധിക്കപ്പെടുമ്പോൾ തെരുവിലിറങ്ങുന്നവരാണ്. ഇതെല്ലാം കാണിക്കുന്നത് അവകാശങ്ങളെക്കുറിച്ച്, തൊഴിലവകാശങ്ങളെക്കുറിച്ച് ബോധ്യമുള്ള ഒരു തലമുറ, ഒരു സമൂഹം ഉയർന്നു വരണമെങ്കിൽ പൗരാവകാശത്തെക്കുറിച്ച് ബോധ്യമുള്ള ഒരു ജനത ഉണ്ടാവണം എന്ന് തിരിച്ചറിയുക. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കാലത്ത് തൊഴിലിടങ്ങൾ മാറുകയാണ്, തൊഴിൽ രീതികൾ മാറുകയാണ്. പുതിയ തൊഴിൽ നിയമങ്ങൾ വളരെ വളരെ അനിവാര്യമാണ്, അത്യാവശ്യമാണ് എന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തേണ്ടിയിരിക്കും. ലേബർ സ്റ്റാറ്റിസ്റ്റിക്സ്, ലേബർ സർവേ എന്ന് പറയുന്നത് ഒരു സെൻസസ് പോലും നടത്താത്ത 3-4 വർഷം മുമ്പ് നടത്തേണ്ടതാണ്. പലപ്പോഴും കൊറോണ ഒരു 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 കാരണമായി പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോവുകയാണ്. കൊറോണയിൽ നിന്ന് നമ്മൾ പൂർണ്ണമായി മുക്തരായിട്ട് ഏകദേശം 1.5 വർഷമായിരിക്കും, 2 വർഷം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ സെൻസസ് പോലെയുള്ള കാര്യങ്ങൾക്ക് ഒരു കൃത്യമായ ഒരു താല്പര്യം കാണിക്കാത്ത ഭരണ സംവിധാനങ്ങളുള്ള രാജ്യത്ത് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സും ലേബർ സർവേയും എത്രമാത്രം പ്രാധാന്യത്തോടെ നമ്മൾ നോക്കിക്കാണുമെന്ന് ചിന്തിക്കുന്നു. അവിടെയാണ് സ്ട്രീറ്റ് വെൻഡേഴ്സ് ആക്ട് എന്ന് പറയുന്ന ഒരു വളരെ പുരോഗമനാത്മകമായ ഒരു നിലപാടിന്, ഒരു ഉദ്യമത്തിന് വലിയ രീതിയിലുള്ള പിന്തുണ ലഭിക്കപ്പെടാതെ പോകുന്നു. കേരളത്തിൽ പോലും ചെറുതോ വലുതോ എന്ന് ചിന്തിക്കാതെ തൊഴിലുകളെ ഒരേ ശ്രേണിയിൽപ്പെടുത്തുക, അവരുടെ സ്വഭാവം അനുസരിച്ച് അവയെ ഏകീകരിക്കുക, തുല്യമായ അവകാശങ്ങൾ നൽകുക, തുല്യമായ പ്രാതിനിധ്യം നൽകുക എന്നുള്ളതാണ് സ്ട്രീറ്റ് വെൻഡേഴ്സ് ആക്ടിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ അത് ഏതൊക്കെ രീതിയിൽ മുന്നോട്ട് പോയി എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും. തൊഴിലുമായി ബന്ധപ്പെട്ട പുതിയൊരു സംസ്കാരം രൂപപ്പെട്ടു വരേണ്ട ആവശ്യകതയിലേക്കാണ് ഇത് നമ്മളെ നയിക്കുന്നത്. പ്രത്യേകിച്ചും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത് അത് തൊഴിൽ നഷ്ടമായി വരുന്നു, അരക്ഷിതാവസ്ഥയിൽ വരുന്നു, അസ്ഥിരതയിൽ വരുന്നു. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ജോബ് സ്റ്റാറ്റിസ്റ്റിക്സിലേക്കും പുതിയ തൊഴിൽ സംസ്കാരത്തിലേക്കും കടക്കേണ്ടിരുന്നു. ജോബ് ലോസ് അല്ലെങ്കിൽ തൊഴിൽ നഷ്ടം എന്നുള്ളത് തൊഴിലിൻ്റെ ഒരു പുനരധിവാസമായിട്ട്, ഒരു പുനർവിതരണമായിട്ട് എങ്ങനെ നമുക്ക് കാണണമെന്നതിനെക്കുറിച്ചും നമ്മൾ ചിന്തിക്കണം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തൊഴിൽ നഷ്ടപ്പെടുന്നത്, ഏതൊക്കെ തൊഴിലുകളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്, ഏതൊക്കെ പുതിയ രീതിയിലുള്ള തൊഴിലുകളാണ് ഉയർന്നു വന്നത് എന്നെല്ലാം നമ്മൾ പലവട്ടം ചർച്ച ചെയ്തിരുന്നു. അത് കൂടുതൽ ശാസ്ത്രീയമായി വിദഗ്ധർ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് ലോകം കടന്നുപോകുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഗിഗ് എക്കണോമിയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്ത പോലെ പുതിയ തൊഴിൽ സാധ്യതകൾ ഓരോന്നും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ വിലയിരുത്തും? 20 പേർ ചെയ്യുന്ന ജോലി ചെയ്യുന്ന ഒരു ക്രെയിൻ വരുമ്പോൾ, ഒരു ക്രെയിൻ 20 പേർക്ക് ചെയ്യാവുന്ന ജോലി ഒരു ക്രെയിനിന് ചെയ്യാൻ പറ്റുമ്പോൾ 20 പേർക്ക് തൊഴിൽ നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. എന്നാൽ ആ ക്രെയിൻ നിർമ്മിക്കാനും അത് വിതരണം ചെയ്യാനുമൊക്കെ എല്ലാമായി പ്രത്യക്ഷമായും പരോക്ഷമായും 40-ലും ആളുകൾക്ക് ജോലി ലഭിക്കില്ലേ എന്ന് ചിന്തിച്ചാൽ അവിടെ തൊഴിൽ നഷ്ടമാണോ വരുന്നത്, തൊഴിലിൻ്റെ പുനരധിവാസമാണ് സംഭവിക്കുന്നതെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത്. അവിടെയാണ് നേരത്തെ പറഞ്ഞ പോലെ സർഗാത്മകമായ ക്രിയാത്മകമായ ചിന്തകൾക്ക് വഴിവെക്കുന്ന സാഹചര്യം കേരളത്തിലെങ്കിലും ഉണ്ടാകും. അത് ഈയിടെ വന്ന ഡ്രൈവിംഗ് പരിഷ്കാരങ്ങളാവാം, ഫാമിലി റെസ്റ്റോറൻറ്റുകളായി മാറുന്ന കള്ളി ഷോപ്പുകളാവാം. ഇതെല്ലാം എന്താണ് നമ്മളെ കാണിക്കുന്നത് എന്ന് ചോദിച്ചാൽ വലിയ മാറ്റങ്ങൾ എല്ലായിടത്തും വരുന്നു. അതിനെ നമ്മൾ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. അതിന് എങ്ങനെയെല്ലാമുള്ള മാറ്റങ്ങൾ, ഏതെല്ലാം സർവാശ്ലേഷിയായ ഒരു മാറ്റമായി, കൂടുതൽ മേഖലയെ പരിപോഷിപ്പിക്കുന്നൊരു മാറ്റമായി എങ്ങനെ അതിനെ മാറ്റാൻ കഴിയുമെന്നുള്ള ചിന്തയിലേക്കാണ് നമ്മൾ കൊണ്ടുപോയത്. അവിടെയാണ് നേരത്തെ പറഞ്ഞ പുതിയ തൊഴിൽ നിയമത്തിൻ്റെ ആവശ്യകതകൾ.
എന്താണ് പുതിയ തൊഴിൽ നിയമം, എന്താണ് പുതിയ തൊഴിൽ ചട്ടക്കൂട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു കള്ള് ഷോപ്പിന് ചുറ്റും ഒരു പുതിയ ഭക്ഷ്യ സംസ്കാരം ഉയർന്നു വരികയാണ്. അപ്പോൾ തന്നെ പിടിച്ച് കൊല്ലുന്ന അപ്പോൾ തന്നെ പിടിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന താറാവും കോഴിയും എല്ലാം വരുമ്പോൾ പുതിയൊരു കായൽ സംസ്കാരം വരുന്നു, പുതിയൊരു നദീ സംസ്കാരം വരുന്നു, പുതിയൊരു ഭക്ഷ്യ സംസ്കാരം വരുന്നു, കൂടുതൽ മികച്ച കള്ള് വരുന്നു, പുതിയൊരു മദ്യനയം, ഒരു ഹരിത മദ്യനയം, ഒരു ഹരിത ഭക്ഷ്യനയം വരുന്നു, കൂടുതൽ വൃത്തിയുള്ള കള്ള് ഷോപ്പുകൾ വരുന്നു, കൂടുതൽ വൃത്തിയുള്ള ഭക്ഷണശാലകൾ വരുന്നു. അപ്പോൾ പിടിച്ച് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ സ്വാദിൽ സുരക്ഷിതമായ ഭക്ഷണത്തിൻ്റെ ഒരിടമായി കള്ള് ഷോപ്പുകൾ മാറും. ഒരു വലിയ മാറ്റമാണത് കൊണ്ടുവരുന്നത്. കുടുംബത്തിൽ പറഞ്ഞ ആളുകൾ തിരിഞ്ഞു നോക്കാത്ത ഒരു ഇടം, അല്ലെങ്കിൽ അലമ്പിൻ്റെ ഒരു ഇടം എന്നെല്ലാം ഒരു പതിറ്റാണ്ട് മുമ്പ് വിലയിരുത്തിയിരുന്ന ഒരു ഇടത്ത് പുതിയൊരു ഭക്ഷ്യ സംസ്കാരം ഉയർന്നു വരുന്നു. വിദേശികൾക്ക് വരെ വരാൻ കഴിയുന്നു ഒരു ഹരിത ഭക്ഷ്യ സംസ്കാരമാണ് അവിടെ ഉയർന്നു വരുന്നത്. അവിടെ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നു. അത് മദ്യത്തിൻ്റെ നിലവാരം പരിശോധനയാവാം, ഭക്ഷണത്തിൻ്റെ നിലവാരം പരിശോധനയാവാം, കായൽ വിഭവങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം വരുമ്പോൾ കായലിനെ സംരക്ഷിക്കേണ്ടതിൻ്റെ കാര്യമാവാം. അപ്പോൾ നേരത്തെ എക്കണോമിക്സ് സ്പിൽ ഓവർ എഫക്റ്റ് പറയുന്നത് പോലെ കൂടുതൽ മേഖലകളിലേക്ക് സർക്കാരിൻ്റെ ഇടപെടൽ വ്യാപിക്കുന്നു. സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ട, മികച്ച നിലവാരം ഉറപ്പുവരുത്തേണ്ട മേഖലകൾ വർദ്ധിക്കുന്നു. അപ്പോൾ കായലിൻ്റെ തനിമ, അല്ലെങ്കിൽ കായലിൻ്റെ പവിത്രത, അല്ലെങ്കിൽ കായലിൻ്റെ ഒരു ഹരിത സംസ്കാരം സംരക്ഷിക്കേണ്ടതാവാം, മദ്യത്തിൻ്റെ നിലവാരം സംരക്ഷിക്കേണ്ടതാവാം. വലിയൊരു തൊഴിൽ സുതാര്യമായ സംശുദ്ധമായ തൊഴിൽ സംസ്കാരം വരുന്നു. പുതിയ തൊഴിൽ നിയമങ്ങൾ വരേണ്ടി വരും. ഇതൊരു വലിയ മാറ്റം. ഇത് തന്നെയാണ് നമ്മൾ മാനവീയത്തിൽ അല്ലെങ്കിൽ നൈറ്റ് ലൈഫിലൂടെയും കണ്ടത്. അതിൻ്റെ ഒരു പരാജയം തന്നെയാണ് ഒരു പരിധിവരെയെങ്കിലും നമ്മളെ പുതിയ ഉദ്യമങ്ങളിൽ നിന്ന് പിന്നോട്ട് നിൽക്കുന്നത്. വലിയ വിജയമാണെന്ന് നമുക്ക് പറയാൻ കഴിയാത്ത വിധം ചെറിയ രീതിയിൽ അരാജകത്വം സൃഷ്ടിക്കുന്നു. ഒരു മാറിയ തൊഴിൽ സംസ്കാരത്തിന് യോജിക്കുന്ന രീതിയിലേക്ക് ആളുകളുടെ മനസ്സ് മാറാത്തതിൻ്റെ പ്രശ്നം മാനവീയത്തിൽ നമ്മൾ കാണുന്നു. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് നേരത്തെ പറഞ്ഞ പുതിയ തൊഴിൽ നിയമത്തിലേക്കും പുതിയ തൊഴിൽ സാധ്യതകളിലേക്കും കിടക്കണം. അവിടെ നമ്മൾ മുൻപോയി വീട് നമ്മൾ ചർച്ച ചെയ്ത പോലെ ഡ്രൈവിംഗ് പരിഷ്കാരത്തെക്കുറിച്ചുള്ള വിവാദമുണ്ടായി. ആഗോളതലത്തിൽ ഉപയോഗിക്കാവുന്ന ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എന്നുള്ളത് വലിയ വിപ്ലവം തന്നെ. ആ വിപ്ലവത്തെ നമ്മൾ എങ്ങനെ സമീപിക്കുന്നു, എത്രമാത്രം ആത്മാർത്ഥയോടെ ആ ഉദ്യമം ഏറ്റെടുത്ത ആളുകൾ സമീപിക്കുന്നു എന്നുള്ളതും വളരെ 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 പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. തീർച്ചയായും വളരെ പ്രാധാന്യമുള്ളൊരു കാര്യം. അവിടെയാണ് നമ്മുടെ ചർച്ച നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പുതിയ തൊഴിൽ നിയമങ്ങൾ ഏതൊക്കെ മേഖലയിൽ ആവശ്യമാകുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. പുതിയ തൊഴിൽ നിയമം എന്ന് പറയുമ്പോൾ നേരിട്ടുള്ള സർക്കാരിൻ്റെ ഇടപെടൽ ആവശ്യമായ കൂടുതൽ സംശുദ്ധി കൊണ്ടുവരേണ്ട 3 പ്രധാനപ്പെട്ട മേഖലകളിലേക്കാണ് നമ്മുടെ ചർച്ച കൊണ്ടുപോകുന്നത്. നേരത്തെ പറഞ്ഞ ഡ്രൈവിംഗ് പരിഷ്കാരം, രണ്ടാമത്തേത് റിയൽ എസ്റ്റേറ്റ് മേഖല, മൂന്നാമത്തേതാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി മേഖല. ആദ്യത്തേത് റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട ഈ ഡ്രൈവിംഗ് ലൈസൻസ് ആളുകൾ സൃഷ്ടിക്കുന്ന അരക്ഷിതാവസ്ഥ. ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂളുകൾ നടത്തുന്നവരും പുതിയ ഡ്രൈവിങ്ങിന് അപേക്ഷിക്കുന്നവരടക്കമുള്ള ആളുകളിൽ അത് സൃഷ്ടിക്കുന്ന അനിശ്ചിതാവസ്ഥ. അതിനെ വലിയ രീതിയിൽ അതിനൊരു തെളിച്ചം കൊണ്ടുവരേണ്ടത് ഒരു ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അതോടൊപ്പം തന്നെ ഡ്രൈവിംഗ് സംസ്കാരം എന്ന് പറയുന്നത് ഏറ്റവും നന്നായി ലോകത്തെ എല്ലാവരെയും ഡ്രൈവ് ചെയ്യാൻ കഴിയുന്ന ലൈസൻസ് കൊടുക്കുന്നതിൽ അവസാനിക്കുന്നു. മികച്ച റോഡുകളില്ലാത്ത, മികച്ച പൊതുഗതാഗത സംവിധാനമില്ലാത്തൊരിടത്ത് ഡ്രൈവിംഗ് ലൈസൻസ് കൊണ്ട് നടക്കുമോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ മുമ്പ് ഒരു സിനിമയിൽ പറയുന്ന പോലെ മികച്ച ഒരു വിമാനത്താവളം വന്നാൽ പട്ടിണി ഇന്നസെൻ്റ് പറയുന്ന പോലെ ഒരു തുണിക്ക് മറുതുണിയില്ലാത്ത ദിനേശ് പേടി വലിക്കാൻ ശേഷിയില്ലാത്തവർക്ക് ഒരു വിമാനത്താവളം കൂടി നിഷേധിക്കുന്നു എന്ന് പറയുന്ന രീതിയിലേക്ക് അപ്പോൾ കാര്യങ്ങൾ. അവിടെയാണ് നേരത്തെ പറഞ്ഞത് സ്പിൽ ഓവർ എഫക്റ്റ് എന്നുള്ള എക്കണോമിക്സിലെ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഒരു തൊഴിൽ നിയമവും പുതിയ തൊഴിൽ മികവും സർക്കാർ നേരിട്ടിടപെടുന്ന തൊഴിൽ സംസ്കാരവും വരേണ്ട ആവശ്യകതയെക്കുറിച്ച് സംസാരിച്ചു.
നാഷണൽ ഹൈവേ പോലെ നേരിട്ട് സർക്കാർ ഏറ്റെടുക്കേണ്ട ഒരു വിഷയമല്ലേ റോഡ് എന്നുള്ളത് നമ്മൾ ഇവിടെയാണ് ചർച്ച ചെയ്യുന്നത്. കാരണം റോഡ് പണിയായാലും അതുമായി ബന്ധപ്പെട്ട കരാറുകളായാലും എല്ലാം ചുറ്റുവട്ടത്തെ കൗൺസിലിൽ തുടങ്ങുന്ന വലിയൊരു അഴിമതി വ്യവസായത്തിൻ്റെ ചിത്രമാണ് നമ്മൾ മുന്നിൽ കൊണ്ടുവരുന്നത്. ആത്മാർത്ഥതയുള്ള ഒരാൾക്ക് ചെയ്യാൻ കഴിയാത്ത തൊഴിലാണെന്ന രീതിയിൽ പലരും ഇതിൻ്റെ കോൺട്രാക്റ്റുകൾ ഏറ്റെടുക്കാതെ പോകുന്നുണ്ട്. അവിടെയാണ് നേരിട്ടുള്ളൊരു സർക്കാരിൻ്റെ ഇടപെടൽ ആവശ്യമുള്ളൊരു മേഖലയായിട്ട് അത് മാറേണ്ടത്. ഡ്രൈവിംഗ് ലൈസൻസുകൾ നേരിട്ട് സർക്കാർ നടത്തുന്നത് പോലെ റോഡ് നിർമ്മാണം നേരിട്ട് ഓരോ പഞ്ചായത്ത് റോഡുകളാവാം, അത് ഏത് റോഡുകളാണ് നേരിട്ട് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് നടത്തുന്ന രീതിയിലേക്ക് പുതിയ നിയമനിർമ്മാണം നമുക്ക് ആവശ്യമുണ്ട്. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ കള്ളി ഷോപ്പുകൾക്ക് വൃത്തി ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് കടന്നില്ലാവുന്ന, സ്ത്രീകൾക്കും കുട്ടികൾക്കും കൂടെ കടന്നില്ലാവുന്ന കള്ളി ഷോപ്പുകൾ ഒരു സംസ്ഥാനത്തിൻ്റെ സംസ്കാരം തന്നെ മാറ്റുന്നു എന്നുള്ളത് പോലെ തന്നെ മികച്ച റോഡുകൾ സർക്കാർ നേരിട്ട് ഏറ്റെടുക്കുമ്പോൾ മികച്ച റോഡുകൾ ഉണ്ടാകും. മികച്ച റോഡുകളുള്ളയിടത്ത് മികച്ച പൊതുഗതാഗത സംവിധാനം ഉണ്ടാകും. മികച്ച പൊതുഗതാഗത സംവിധാനം ഉള്ളയിടത്ത് മികച്ച വാഹനങ്ങളുണ്ടാകും. മികച്ച വാഹനങ്ങളും മികച്ച പൊതുഗതാഗതം ഉണ്ടാകുന്നിടത്ത് സ്വകാര്യ വാഹനങ്ങളുടെ ഉപയോഗം കുറയും. സ്വകാര്യ വാഹനങ്ങളുടെ ഉപയോഗം കുറയുന്നിടത്ത് നേരത്തെ പറഞ്ഞ പോലെ റോഡിൻ്റെ തിക്കും തിരക്കും കുറയുന്നു. വായു മലിനീകരണം അടക്കമുള്ളവ ഇല്ലാതെ. ഇതെല്ലാം സംഭവിക്കുന്നത് പുതിയൊരു തൊഴിൽ നിയമം ഇവിടെ കൊണ്ടുവരുമ്പോഴാണ്, പുതിയൊരു തൊഴിൽ സംസ്കാരം ഇവിടെ കൊണ്ടുവരുമ്പോൾ. അതിനാണ് നേരത്തെ പറഞ്ഞ സ്ട്രീറ്റ് വെൻഡേഴ്സ് ആക്ട് ആയാലും ലേബർ സ്റ്റാറ്റിസ്റ്റിക്സ് ആയാലും അത് രണ്ടും കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടതാണ്. ഇത് നമുക്ക് സംസ്ഥാന സർക്കാർ നേരിട്ട് ഇതിൻ്റെ അധികാരം ഏറ്റെടുക്കാം. സംസ്ഥാനത്തെ റോഡുകളുടെ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാർ നേരിട്ട് ഏറ്റെടുക്കും. നാഷണൽ ഹൈവേ പോലെ ഓരോ റോഡുകളും പഞ്ചായത്ത് റോഡുകൾക്കും എല്ലാം നേരിട്ട് സർക്കാർ നടത്തും. കേൾക്കുമ്പോൾ നമുക്കത് ബാലിശമെന്ന് തോന്നും. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ മാത്രം ബാലിശമെന്ന് നമുക്ക് തോന്നും. പക്ഷേ നമുക്ക് ശാന്തിനികേതനെക്കുറിച്ച് പറഞ്ഞ പോലെ ഉട്ടോപ്യനെന്നോ ഭ്രാന്തെന്നോ പറയാവുന്ന വലിയൊരു ആശയമാണ് ശാന്തിനികേതൻ. അത് പക്ഷേ ഇന്നും പരാജയപ്പെട്ടില്ല എന്ന് തെളിയിക്കുന്നത് അതിനുമേൽ കടന്നു കയറാനുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടങ്ങളുടെ ശ്രമം. ലോകത്തെ ഏറ്റവും മികച്ച 100 യൂണിവേഴ്സിറ്റികളിൽ ഒരു യൂണിവേഴ്സിറ്റി പോലും ഇന്ത്യയിൽ ഇല്ല എന്നിടത്ത് കാര്യക്ഷമമായ രീതിയിൽ ശാന്തിനികേതൻ ആശയം കൊണ്ടുവരുന്നെങ്കിൽ ഇന്ത്യയുടെ മുഖച്ഛായ തന്നെ മാറുമായിരുന്നില്ല എന്ന് ചിന്തിക്കുന്ന വലിയൊരു കൂട്ടം ആളുകൾ ഇന്നുമുണ്ട് എന്നുള്ളത് തന്നെയാണ് ശാന്തിനികേതൻ്റെ പ്രാധാന്യം. ആ പ്രാധാന്യം തന്നെയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾക്കുള്ളത്. നേരിട്ട് സർക്കാർ ഏറ്റെടുക്കുന്ന റോഡുകൾ, നേരിട്ട് സർക്കാർ ഏറ്റെടുക്കുന്ന ഭക്ഷണ സംസ്കാരം, ഇതിനെക്കുറിച്ച് മറ്റു വീഡിയോ ചർച്ച ചെയ്തു. ഇത് വലിയ മാറ്റം ആളുകളുടെ ചിന്തയിൽ തന്നെ വരുത്തും. അത് ഒരു യാഥാർത്ഥ്യം. അത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇനി നമ്മൾ അടുത്തൊരു മേഖലയിൽ കിടക്കുന്നത്. അവിടെയാണ് നമ്മൾ ക്ഷമിക്കണം റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്കും ചാർട്ടേഡ് അക്കൗണ്ടൻസിലേക്കും. എന്താണ് റിയൽ എസ്റ്റേറ്റ് മേഖല? അതെങ്ങനെയാണ് ഒരു രാഷ്ട്രീയ സംവിധാനത്തിന്, ഒരു സാമൂഹിക വ്യവസ്ഥയെ സ്വാധീനിക്കും? 2008 സാമ്പത്തിക പ്രതിസന്ധിയാവാം. ഇന്നിപ്പോൾ നമ്മൾ ചൈനയിൽ കാണുന്ന ഗോസ്റ്റ് സിറ്റികൾ എന്നറിയപ്പെടുന്ന അവസ്ഥയാണ്. ഇതെല്ലാം നമ്മളെ കാണിക്കുന്നത് ഈ റിയൽ എസ്റ്റേറ്റ് ഭൂമിൻ്റെ ആ കുമിളയുടെ ദൗർബല്യമാണ്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഒഴിഞ്ഞ കെട്ടിടങ്ങൾ, ഒഴിഞ്ഞ താമസ സ്ഥലങ്ങൾ, അത് സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി, അത് സാമ്പത്തിക പകർച്ചവ്യാധിയായി ലോകമെമ്പാടും വ്യാപിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ മറ്റൊരു വീഡിയോ ചർച്ച ചെയ്തു. അത് റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു ഒരുപാട് ദൂഷ്യവശങ്ങളിൽ ഒന്നുമാണ്. മറ്റൊന്നാണ് നേരത്തെ പറഞ്ഞ പോലെ പ്രകൃതിയിൽ അത് സൃഷ്ടിക്കുന്ന ആഘാതം, ശാസ്ത്രീയമല്ലാത്ത ഭൂവിനിയോഗ സംസ്കാരം,
ശാസ്ത്രീയമല്ലാത്ത നിയമങ്ങൾ, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ആയാലും അതിലെല്ലാം ഭരണകൂടങ്ങൾ കടന്നു കയറുകയും അതിനെ തങ്ങൾക്ക് താല്പര്യമുള്ള രീതിയിലേക്ക് ചുരുക്കുകയും പൊതുജനങ്ങളോട് സംവദിക്കാതെയും ചർച്ചയുമില്ലാതെ അത് നിയമ പ്രാബല്യത്തിൽ വരുത്തുകയും പ്രതിപക്ഷങ്ങൾ അതിനെ എതിർക്കാതിരിക്കുകയും അല്ലെങ്കിൽ എതിർക്കാനുള്ള സാഹചര്യം പ്രതിപക്ഷത്തിൽ ഇല്ലാതെ വരികയും പൗര സംഘടനകളെല്ലാം എതിർക്കാതിരിക്കുകയും ചെയ്യുന്നൊരു ഘട്ടത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഗോസ്റ്റ് സിറ്റികൾ എന്ന് പറഞ്ഞ പോലെ വെറുതെ കിടക്കുന്ന പണം, ആരും ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരു പണം, 50, 60, 100 ഫ്ലാറ്റുകളുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിലെ 60-ലധികം ഫ്ലാറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നിടത്ത് കുമിഞ്ഞു കൂടുന്ന ഉപയോഗശൂന്യമായി മാറുന്ന പണം, അത് സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങൾ നമ്മൾ ഇന്ന് കേരളത്തിലും കാണുന്നു. കേരളം പോലൊരു ചെറിയ സംസ്ഥാനത്ത് പോലും നമുക്കത് കാണാൻ കഴിയും. അതിൻ്റെ മറ്റൊന്നാണ് പ്രകൃതിയുമായി ബന്ധപ്പെട്ട പ്രത്യാഘാതം. അത് ജോഷിമഠാവാം, അട്ടപ്പാടിയാവാം, പർവ്വതാരോഹണത്തിൻ്റെ പേരിൽ ഹിമാലയത്തിന് സംഭവിക്കുന്ന ഹിമാലയത്തിൽ വന്നു ചേർന്ന മാലിന്യ കൂമ്പാരമാവാം. ഇതെല്ലാം തെളിയിക്കുന്നത് കൃത്യമായ നിയമങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണകൂടങ്ങൾക്ക് വളച്ചൊടിക്കാവുന്ന വിധം ദുർബലമായ നിയമങ്ങളാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയുമായിട്ടും പ്രകൃതിയുമായി ബന്ധപ്പെട്ടുള്ളത് എന്നുള്ളത് ഇതിൽ കൂടെ തെളിവുകൾ നമുക്ക് ആവശ്യമാണ്. അവിടെയാണ് നേരത്തെ പറഞ്ഞ ഇന്ത്യയിലോ കേരളത്തിലോ പ്രതിഷേധങ്ങളില്ല എന്നുള്ളത് നമ്മൾ കാണുന്നത്. മാധവ് ഗാഡ്ഗിലിനെയും ഗ്രേറ്റ് തിൻബർഗിനെയും അറിയാത്ത ഇന്ത്യക്കാരനാണ്. ആ ഇന്ത്യക്കാരനാണ് ചെഗുവേരയുടെ ടീഷർട്ട് ഇട്ട് റോട്ടിൽ കയ്യൂക്ക് കാണിക്കുന്നത്. ചെഗുവേര ഉൾപ്പെടുന്ന ലാറ്റിൻ അമേരിക്കയിലാണ് ആമസോണിന് വില പറഞ്ഞ പ്രസിഡന്റിനെ ആ രാജ്യം തോൽപ്പിച്ചത്. അവിടെയാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ റിയൽ എസ്റ്റേറ്റ് ബബിളും അത് പ്രകൃതിയിലും സമ്പദ് വ്യവസ്ഥയും സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങളും തിരിച്ചറിയണം. കേരളത്തിലെ പ്രളയത്തിന് ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് വലിയൊരു പങ്കുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയും. അവിടെയാണ് നമ്മൾ അടുത്ത ഒന്നായ ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസിലേക്ക് പോകുന്നത്. ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത് ഏറ്റവും ബുദ്ധിയുള്ള ആളുകൾക്ക് ചെയ്യാൻ കഴിയുന്ന തൊഴിലായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആ രീതി മാറിയിട്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട ഒരു വലിയ ഒരു ആൾക്കൂട്ടം, റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ചേർന്ന് വലിയൊരു ആൾക്കൂട്ടമായിട്ട് അത് മാറുന്നത് കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായിട്ട് അതിൻ്റെ പൂർണ്ണമായ ശക്തി നമ്മൾ കാണുന്നു. പ്രത്യേകിച്ചും കേരളത്തിൽ അതെങ്ങനെ സംഭവിക്കുന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ടത്. കാരണം രാഷ്ട്രീയമായി വിലപേശൽ ശക്തി കുറഞ്ഞ ഒരു സംസ്ഥാനം, വ്യാവസായിക സൗഹാർദ്ദമല്ലാത്ത അന്തരീക്ഷമുള്ള വലിയ കനികളോ ഒക്കെ പോലെയുള്ളവ ഇല്ലാത്ത ഒരു സംസ്ഥാനത്ത് പോലും റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഒരു വലിയ സാമൂഹിക വിപത്തായി നിൽക്കുന്നത് നമ്മൾ കാണുന്നു. ഒരുപക്ഷെ ക്രിമിനൽ ലോയേഴ്സിനെ പോലെ സമൂഹത്തിന് വലിയ സേവനം ചെയ്യാൻ കഴിയുന്ന ഒരു പറ്റം ആളുകൾ നികുതി വെട്ടിക്കുന്നതിലൂടെ പ്രകൃതിയെ പിന്നിൽ നിന്ന് കുത്തുനിർത്താൻ നമ്മൾ അറിയുന്നു. ഇവിടെ നേരത്തെ പറഞ്ഞ ഒരു തൊഴിൽ സംസ്കാരത്തിൻ്റെ അഭാവം വരുന്നു. റിയൽ എസ്റ്റേറ്റ് മേഖല എങ്ങനെ പൂർണ്ണമായും സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാം, ആ സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിലൂടെ എങ്ങനെ ആരോഗ്യകരമായൊരു സംസ്കാരം കൊണ്ടുവരാം, ഭൂവിനിയോഗത്തിൽ എങ്ങനെ പുതിയ നിയമങ്ങൾ കൊണ്ടുവരാം, പുതിയ മാനദണ്ഡങ്ങൾ കൊണ്ടുവരാം. ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടങ്ങൾ, സംസ്ഥാനങ്ങളോ കേന്ദ്ര ഭരണകൂടങ്ങളോ നേരിട്ട് ഇടപെടുന്നത് പലപ്പോഴും വിശ്വാസ്യത വർദ്ധിക്കാറുണ്ട്. അത് സൈന്യത്തിൻ്റെ കാര്യമാകും, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമാകും, റെയിൽവേയുടെ കാര്യം. അത്തരം രീതിയിൽ തന്നെയാണ് ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖലയും ചാർട്ടേഡ് അക്കൗണ്ടൻസിയും മുന്നോട്ട് പോകുന്നത്. വലിയ രീതിയിലൊരു നിയമ സംവിധാനത്തിൽ ഇടപെടൽ, പുതിയ തൊഴിൽ സംസ്കാരത്തിൻ്റെ ഇടപെടൽ അവിടെ ആവശ്യമാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളും ഗോൾഡ് സ്മഗ്ലിങ്ങും അതുമായി ബന്ധപ്പെട്ടുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളും ഒരു സമാന്തര സമ്പദ് വ്യവസ്ഥ കേരളം പോലും ചെറിയ സാമ്പത്തിക സാഹചര്യത്തിൽ പോലും സൃഷ്ടിക്കപ്പെടുന്നുള്ളത് നമ്മൾ വളരെ ഗൗരവത്തോടെ കാണുന്നു. അത് സൃഷ്ടിക്കുന്ന പരിസ്ഥിതിയിൽ അത് സൃഷ്ടിക്കുന്ന പ്രത്യാഘാതം തന്നെയാണ് വലിയൊരളവോളം
പ്രളയമായിട്ടും മറ്റ് കെടുതികളായിട്ടും വരും. അപ്പോൾ ഭൂവിനിയോഗത്തിൽ വലിയൊരു മാറ്റം നമ്മൾ ഉണ്ടാക്കേണ്ടിയിരിക്കും. പുതിയ നയം, ആ നയം നേരത്തെ പറഞ്ഞ രൂപവൽക്കരിക്കപ്പെടേണ്ടത് റിയൽ എസ്റ്റേറ്റ് മേഖല എന്ന് പറയുന്നതിന് കൃത്യമായ നിർവചനം കൊണ്ടുവരുന്നു. എന്താണ് റിയൽ എസ്റ്റേറ്റ് മേഖല? വലിയ അപ്പാർട്ട്മെൻറ്റുകളും വലിയ മാളുകളും സ്വന്തം വീട് മാത്രമാണോ റിയൽ എസ്റ്റേറ്റ് മേഖല എന്ന് പറയുന്നത്? എങ്ങനെ, എവിടെ അതിനെ നിർവചിക്കണം? ആരതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കണം? ചെറിയൊരു ഒരു കെട്ടിട നിർമ്മാണത്തിൽ പോലും നേരിട്ട് സംസ്ഥാന സർക്കാരിനെ സമീപിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകൾ വലുതല്ലേ? അത് കൂടുതൽ അഴിമതി സൃഷ്ടിക്കില്ലേ? അത് കൂടുതൽ ഇടനിലക്കാരെ കൊണ്ടുവരില്ലേ? ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷം തന്നെയാണ് ഒരു പുതിയ തൊഴിൽ നിയമം കൊണ്ടുവരേണ്ടതും കൂടുതൽ സുതാര്യമായ തൊഴിൽ സംസ്കാരം കൊണ്ടുവരേണ്ടതും. റോഡ് ഗതാഗതത്തിൻ്റെ കാര്യത്തിലും ഭക്ഷ്യ സംസ്കാരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കൊണ്ടുവന്ന പോലെ നേരിട്ടുള്ള സർക്കാർ ഇടപെടൽ ഉണ്ടാക്കുന്ന പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ, അത് സൃഷ്ടിക്കുന്ന ഇടനിലക്കാരടക്കമുള്ളവയെ പരിഗണിച്ചുകൊണ്ട് പുതിയ തൊഴിൽ നയം ആവശ്യമാണ്. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ ചൈനയിലെ ഗോസ്റ്റ് സിറ്റികൾ പോലെയുള്ള ഗോസ്റ്റ് സിറ്റികൾ കേരളത്തിൽ പാലക്കാട് നിന്ന് വന്നിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞത് 40% ഫ്ലാറ്റുകളെങ്കിലും താമസക്കാരില്ലാത്തതാണ് പാലക്കാട്. ഒരുവിധം 90% അപ്പാർട്ട്മെൻറ്റുകൾ. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഹൗസിംഗ് ബബിളാണ്. ഗോസ്റ്റ് സിറ്റികളെ അത് സൃഷ്ടിക്കും. അത് തന്നെയാണ് പ്രകൃതിയുടെ കാറ്റ് സംഭവം. അതിപ്പോൾ ജോഷിമഠും ആമസോണിലൊക്കെ അതിൻ്റെ ചെറിയ തെളിവുകൾ മാത്രം. ഡാമുകൾക്ക് വേണ്ടിയുള്ള യുദ്ധം നമ്മൾ ആരംഭിച്ചു. ഏറെക്കുറെ അത് അതിൻ്റെ പാരമ്പര്യം എത്തിക്കുന്നു. പുതിയൊരു ഡാം ജല ഉപയോഗത്തിന് പുതിയൊരു സംസ്കാരം ഉണ്ടാകും. ഇതെല്ലാം റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഭൂവിനിയോഗവുമായി ബന്ധപ്പെട്ടുള്ള ഭൂവിനിയോഗം എന്നുള്ളത് നേരിട്ട് ഒരു സംസ്ഥാന ഭരണകൂടം നിർവഹിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കേരളം എത്തിയിരിക്കുന്നു. കേരളത്തിൻ്റെ പ്രകൃതിയും കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയും വലിയ രീതിയിൽ തിരിച്ചടിഞ്ഞിരിക്കുന്നു. അവിടെ നേരത്തെ നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടൻസിലേക്ക് കടക്കുന്നു. വിദഗ്ധർക്ക് പോലും മനസ്സിലാവാത്ത ഒരു GST സംവിധാനത്തിലൂടെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. കേരളം പോലൊരു ഉപഭോക്തൃ സംസ്ഥാനത്തിന് വലിയ രീതിയിൽ ഗുണമാകും എന്നെല്ലാം പറഞ്ഞു കൊണ്ടുവന്ന GST സംവിധാനത്തെക്കുറിച്ച് ആർക്കും വ്യക്തമായിട്ടൊന്നും അറിയാം. നമ്മുടെ ബില്ലിൽ എന്തെങ്കിലും വാങ്ങുന്നതിൻ്റെ ബില്ലിൽ GST എഴുതിയിരുന്നത് കാണുന്നു എന്നല്ലാതെ എന്താണ് അതെന്ന് നമുക്കിന്നും വ്യക്തമായിട്ട് അറിയില്ല. നമുക്ക് വ്യക്തമായി നിർവചിക്കാൻ കഴിയുന്നില്ല. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ചാർട്ടേഡ് അക്കൗണ്ടൻസി മേഖലയിലേക്ക് നമ്മൾ കടക്കുന്നത്. ഒരുപക്ഷെ നേരത്തെ പറഞ്ഞ ക്രിമിനൽ ലോയേഴ്സിൻ്റെ കാര്യം പറഞ്ഞതുപോലെ സമൂഹത്തിന് വലിയ രീതിയിൽ സേവനം ചെയ്യേണ്ട ഒരു കൂട്ടം ആളുകൾ നികുതി വെട്ടിപ്പുകാരെ കൂടെ നിൽക്കും. ഈ നികുതി വെട്ടിപ്പ് എങ്ങനെ സംഭവിക്കും? അത് നമ്മൾ ആഴത്തിൽ വിശകലനം ചെയ്യും. പലപ്പോഴും സ്വന്തം വക്കീൽ, സ്വന്തം ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എന്നൊക്കെ നമ്മൾ ഒരു വ്യക്തിയുമായി ചേർത്ത് കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്നത് ആ വ്യക്തിക്ക് നിഗൂഢമായ എന്തെങ്കിലും നിഗൂഢമായ സാമ്പത്തിക സ്രോതസ്സുണ്ട് എന്നുണ്ട്. ഇതൊരു പൊതുധാരണയാണ്. ഈ ധാരണ വലിയ രീതിയിൽ ശരിവയ്ക്കുന്ന അളവിലാണ് കേരളത്തിൽ കാര്യങ്ങൾ കണ്ടുവരുന്നത്. ആശുപത്രികളും വലിയ വ്യവസായശാലകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് പോകുന്ന ഒരു പുതിയൊരു ഒരു ബിസിനസ് സംസ്കാരത്തിൻ്റെ ഇടനിലക്കാരായിട്ട് ചാർട്ടേഡ് അക്കൗണ്ടൻസി സ്ഥാപനങ്ങൾ മാറുന്നു. ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർ മാറുന്നു. ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സുകൾക്ക് തന്നെ വലിയ ആകർഷകത്വം ഉണ്ടാകുന്നു. ഇത് സമ്പദ് വ്യവസ്ഥയിൽ നിന്നുള്ള നികുതിയുടെ മോഷണം. ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത് നേരത്തെ പറയുന്നത് പൂർണ്ണമായും സർക്കാർ നിയന്ത്രണത്തിലുള്ളൊരു സ്ഥാപനമാവുകയും ഒരു വ്യക്തിക്ക് എന്തിനാണ് സ്വകാര്യ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് സേവനം ആവശ്യമാണെന്ന രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ എത്തുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. നേരത്തെ ഇതും ഒരു ഉട്ടോപ്യൻ ആശയമായി എനിക്ക് തോന്നാം, ശാന്തിനികേതൻ്റെ പറഞ്ഞത്. പക്ഷേ അത് വലിയൊരു ആവശ്യമായി മാറുകയാണ്. റിയൽ എസ്റ്റേറ്റ് മേഖലയെക്കുറിച്ചും റോഡ് സുരക്ഷയെക്കുറിച്ചും പറഞ്ഞ പോലെ നികുതിയും നിയമവും റോഡ് സുരക്ഷയും ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. സാമ്പത്തിക, സാംസ്കാരിക, സാമൂഹിക നിലനിൽപ്പിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഈ മൂന്നും സുതാര്യമാകേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ഏറ്റവും ആവശ്യമുള്ളത്. ഈ മൂന്ന് സംവിധാനങ്ങളിലും നമുക്ക് വിശ്വാസ്യതയുണ്ട്. ഏറ്റവും മികച്ച പോലീസ് സംവിധാനത്തിൻ്റെ സംരക്ഷണത്തിൽ ജീവിക്കുന്നവരാണ് മലയാളികൾ. ലോകത്തെ ഏറ്റവും മികച്ച ഒരു സൈന്യത്തിൻ്റെ സംരക്ഷണത്തിൽ ജീവിക്കുന്നവരാണ് ഇന്ത്യക്കാർ. അവിടെ സംഭവിക്കുന്ന സുതാര്യതയാണ്. ഒരുപക്ഷെ അഗ്നിവീറുമാരൊക്കെ വരുമ്പോൾ നഷ്ടപ്പെടുന്നത് ആ സുതാര്യതയാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ സംഭവിച്ചത് ആ സുതാര്യതയുടെ ദോഷമാണ്, അല്ലെങ്കിൽ ആ സുതാര്യതയുടെ നാശമാണ്, ആ സുതാര്യതയുടെ മരണമാണ്. ആ സുതാര്യതയാണ് നമുക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത്. നേരത്തെ ജോബ് ലോസ്,
പലപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ ഇത് തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടങ്ങളുടെ ആവശ്യം, അത് ഉത്തരവാദിത്തം. പുതിയ ചിന്തകൾ, പുതിയ മാറ്റങ്ങൾ ലോകത്ത് വരും, അതിന് ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാകും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മെഷീൻ ലേണിങ്ങും എല്ലാം വരുന്ന ഒരു ഘട്ടത്തിൽ പുതിയ തൊഴിൽ സംസ്കാരം ഉണ്ടാകും. പുതിയ തൊഴിൽ സംസ്കാരം ഉണ്ടാകുമ്പോൾ തൊഴിൽ നഷ്ടങ്ങളും തൊഴിലിൻ്റെ നിർമ്മിതികളും ഉണ്ടാകും. പുതിയ നികുതി സംസ്കാരം ഉണ്ടാകും. ആ നികുതി സംസ്കാരം പുതിയ നികുതി വെട്ടിപ്പ് സംസ്കാരം സൃഷ്ടിക്കും. ആ പുതിയ നികുതി വെട്ടിപ്പ് സംസ്കാരം ഒരു സമാന്തര സമ്പദ് വ്യവസ്ഥ ഉണ്ടാകും. ആ സമാന്തര സമ്പദ് വ്യവസ്ഥയിലൂടെ പ്രകൃതിക്ക് ദോഷമുണ്ടാകുന്ന സംഭവങ്ങളുണ്ടാകും. അത് കേരളത്തിന് വലിയ രീതിയിൽ സംഭവിക്കുന്നു. അവിടെയാണ് നമ്മൾ വിപ്ലവകരമായ മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. എങ്ങനെയാണ് വിപ്ലവകരമായ മാറ്റങ്ങൾ സംഭവിക്കുന്നത്? എങ്ങനെയാണ് നമുക്ക് വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നത്? അവിടെയാണ് നേരത്തെ പറഞ്ഞ റിയൽ എസ്റ്റേറ്റ് മേഖലയിലും റോഡ് സുരക്ഷാ മേഖലയിലും ചാർട്ടേഡ് അക്കൗണ്ടൻസി മേഖലയിലും സുതാര്യത കൊണ്ടുവരുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. നികുതി വെട്ടിക്കാൻ നിയമ സംവിധാനങ്ങൾ കൂട്ടുനിൽക്കുക. ഭൂവിനിയോഗത്തിന് നികുതി വെട്ടിക്കാൻ ഭൂവിനിയോഗം നിലനിൽക്കുന്നത് നികുതി വെട്ടിപ്പിലൂടെയാണ്. അതൊരു വലിയ യാഥാർത്ഥ്യമാണ്. ഇത് പരസ്പര പൂരകങ്ങളായ ഒരു സംവിധാനമാണ്. ഒരു ക്രിമിനൽ ലോയറും ക്രിമിനലും തമ്മിലുള്ള ബന്ധം പോലെയാണ്. ഭൂവിനിയോഗത്തിന് നികുതി വെട്ടി ഭൂമിയുടെ തെറ്റായ വിനിയോഗത്തിന് നികുതിയെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന ആളുകൾ ആവശ്യമാണ്. അപ്പോൾ ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയും ചാർട്ടേഡ് അക്കൗണ്ടൻസി മേഖലയും പരസ്പരം ഒത്തുചേർന്ന് പോവുകയാണ്. നിയമത്തെ ഏറ്റവും നന്നായി വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ഒരാളാണ് ക്രിമിനൽ ലോയറായി മാറുന്നത്. അയാൾ നിയമം ലംഘിക്കുകയാണ്. അതേ രീതി തന്നെയാണ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ കാര്യത്തിലും സംഭവിക്കുന്നത്. അവൻ വലിയൊരു നികുതി വെട്ടിപ്പിന് കൂട്ടുനിൽക്കുകയാണ്. ആ നികുതി വെട്ടിപ്പ് മിക്കവാറും റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ചേർന്ന് പോകുന്നത് കൊണ്ട് തന്നെ അത് പ്രകൃതിക്ക് വലിയ ആഘാതം സൃഷ്ടിക്കുന്നു. ഭൂവിനിയോഗത്തിലും റോഡ് നിർമ്മാണത്തിലും നികുതിയുടെയുമായി ബന്ധപ്പെട്ട കൈകാര്യം ചെയ്യലുകളിലും നേരിട്ടുള്ളൊരു സർക്കാർ ഇടപെടൽ അനിവാര്യമാക്കേണ്ട സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. പലപ്പോഴും പല സംവിധാനങ്ങളും ഇത്തരം രീതിയിലാണ് സ്വകാര്യവൽക്കരണം ഒഴിവാക്കിയിട്ടുള്ളത്. അത് ഇൻഷുറൻസ് മേഖലയാവാം, റെയിൽവേ ആവാം. ഇതെല്ലാം പലപ്പോഴും പൂർണ്ണമായും സ്വകാര്യവൽക്കരണത്തിൽ നിന്ന് മുക്തമായി നിൽക്കുന്നത് അത് അവശ്യ സേവനങ്ങളാണെന്നുള്ളതും അതിൻ്റെ നിലവാര തകർച്ചയും അതിലുള്ള ഒരു സുതാര്യത ഇല്ലായ്മയും ഒരു സമൂഹത്തെ മൊത്തം ബാധിക്കുമെന്നുള്ളത്. അത് തന്നെയാണ് ഭൂവിനിയോഗത്തിൻ്റെ കാര്യത്തിലും നികുതി വെട്ടിപ്പിൻ്റെ കാര്യത്തിലും സംഭവിക്കുന്നത്. ഭൂവിനിയോഗവും നികുതിയും ഏറ്റവും സുതാര്യമായി നടപ്പിൽ വെക്കേണ്ടത്. അത് സ്വകാര്യ സംവിധാനങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പ്രകൃതിക്കും സമ്പദ് വ്യവസ്ഥയ്ക്കും ഒരേപോലെ ദോഷം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. അത് തന്നെ റോഡ് സുരക്ഷയിലും സംഭവിക്കും. ഏറ്റവും ഉന്നതമായ നിലവാരമുള്ള ഡ്രൈവിംഗ് ലൈസൻസ്, ഏറ്റവും കാര്യക്ഷമമായ ഡ്രൈവിംഗ് ലൈസൻസ് സംസ്കാരം ഉണ്ടാകുമ്പോൾ നേരത്തെ പറഞ്ഞ റോഡിനെക്കുറിച്ചും ഗതാഗത സംവിധാനങ്ങളെക്കുറിച്ചും അത് ഉന്നത നിലവാരം പുലർത്തേണ്ടതിനെക്കുറിച്ചും അവബോധമുള്ള ഒരു സമൂഹം ഉണ്ടാകും. പക്ഷെ ആ സമൂഹത്തിന് മികച്ച റോഡുകൾ ആവശ്യമാണ്, മികച്ച സംവിധാനങ്ങൾ ആവശ്യമാണ്. ഞങ്ങൾ എന്തിനാണ് കാർ എടുക്കുന്നത്? മികച്ച റോഡുണ്ട്, മികച്ച ഒരു മെട്രോ ഉണ്ട്, മികച്ചൊരു ഒരു പബ്ലിക് സർക്കാർ ബസ്സുകളുണ്ട്. അപ്പോൾ ഞാൻ ബസ് എടുക്കണ്ടല്ലോ, എൻ്റെ കാർ എടുക്കണ്ടല്ലോ, എൻ്റെ ബൈക്ക് എടുക്കണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സാംസ്കാരിക വിപ്ലവത്തിന് കള്ള് ഷോപ്പുകൾക്ക് വഴിവെക്കാൻ കഴിയുമെങ്കിൽ നികുതി കൃത്യമായി അടയ്ക്കുന്ന, പ്രകൃതിയെ പരിപോഷിപ്പിക്കുന്ന, ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഏറ്റവും കൂടുതൽ ആളുകളെ ഏറ്റവും മികച്ച സൗകര്യത്തിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന ഒരു ഭൂവിനിയോഗ സംസ്കാരത്തിന് റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് തുടക്കം കൊടുക്കാൻ കഴിയുമെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മെഷീൻ ലേണിങ്ങിൻ്റെ കാലത്ത് പുതിയൊരു തൊഴിൽ സംസ്കാരം, പുതിയൊരു തൊഴിൽ നിയമം ഉയർന്നു വരട്ടെ, പുതിയൊരു ഭൂവിനിയോഗ സംസ്കാരം ഉയർന്നു വരട്ടെ, പ്രകൃതിയുമായി ചേരുന്ന ഗോസ്റ്റ് സിറ്റികളില്ലാത്ത ഒരു സമൂഹം ഉയർന്നു വരട്ടെ.